ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നൂബ് FF. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് പെട്ടെന്നല്ല നന്നായിട്ട് വൺ ടാപ്പ് പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാൻ അറിയാമെങ്കിലും ഒരു 10 എണ്ണം അടിച്ചാലും ഒരെണ്ണത്തിലേ കയറുന്നുള്ളൂ. അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ ഗൺ സ്കിൻസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് പോവാം, ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോവാം. പിന്നെ ഇത് എൻ്റെ ഓൾഡ് അക്കൗണ്ടാണ്, മെയിൻ അക്കൗണ്ടല്ല. അപ്പോൾ ഇതിൽ അത്രയ്ക്ക് ഇതൊന്നുമില്ല, എന്ന് വെച്ചാൽ എന്താ പറയുക, ഗൺ സ്കിൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ ടോപ്പപ്പ് ചെയ്യാറും പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഗൺ സ്കിന്നൊന്നും അത്ര ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടോളൂ, നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇത് കളയാം. മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ നേരെ റാങ്ക്ഡ് മാച്ചോ അങ്ങനെ ഒന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ M18 ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആവുന്നില്ല. ലാഗാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പഠിച്ചാലൊക്കെ മതി. പിന്നെ കുറച്ച് കാര്യം കൂടെ പറഞ്ഞു തരാനുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, നിങ്ങളിങ്ങനെയൊക്കെ അടിക്കുമ്പോൾ, നിങ്ങളിങ്ങനെ ചാടി അടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വൺ ടാപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പഠിക്കാം. എന്ന് വെച്ചാൽ ഈ ബോട്ടിൻ്റെ കാല് കണ്ടില്ലേ, അവിടെ നമ്മൾ വയ്ക്കുമ്പോൾ ഈ റെഡ് കത്തും. ഇങ്ങനെ കണ്ടോ? അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഡൗൺ ഡ്രാഗ്, പിന്നെ കണ്ടോ, അങ്ങനെ കുറേ ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ എനിമി സൈഡിൽ കൂടെയൊക്കെയാണ് വരണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവൻ്റെ ഫ്രണ്ടിൽ പോയി പെട്ട സൂപ്പറായിരിക്കും. അപ്പം മാക്സിമം ഇങ്ങനെ ഡൗൺ ഡ്രാഗ് ചെയ്തിട്ട് അവൻ്റെ നേരെ അടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നേരിട്ടാണ് വരണമെങ്കിൽ ഇങ്ങനെ നേരിട്ടാണ് വരണമെങ്കിൽ അവനിപ്പോൾ എക്സാമ്പിൾ ഞാനിങ്ങനെ ഓടി വരികയാണ്, എനിമി ഫ്രണ്ടിലും പെട്ടെന്ന് ഇങ്ങനെ ചാടി അടിക്കാൻ നോക്കുക. ഇത് കുറേ ട്രെയിൻ ചെയ്താൽ കിട്ടും. പിന്നെ ഇവിടെ തന്നെ ചെയ്താൽ മതി, റാങ്ക്ഡ് മാച്ചൊന്നും കളിക്കണമെന്നില്ല. പിന്നെ കുറേ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ ചെയ്തിട്ട് ഇത്തിരി കോൺഫിഡൻസ് കിട്ടിയാൽ നിങ്ങൾ ക്ലാഷ് കോഡോ പിന്നെ റൂമൊക്കെ ഇട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാഷ് കോഡൊക്കെ കളിച്ച് സെറ്റ് ആവുകയുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും അപ്പോഴും ഒരു പ്രോ ആവില്ല. പിന്നെ നിങ്ങൾ റാങ്ക്ഡ് മാച്ചൊക്കെ ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ചൊക്കെ കളിച്ച് സെറ്റ് ആവുകയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നല്ലോണം വൺ ടാപ്പ് അടിക്കുന്ന പ്ലെയർ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെൻസിറ്റിവിറ്റി കൺട്രോൾസ്. ഞാൻ എൻ്റെ സെൻസിറ്റിവിറ്റിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഡിവൈസിന് കറക്റ്റായിട്ടുള്ള സെൻസിറ്റിവിറ്റിയാണ് നിങ്ങളിടേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണ്. പിന്നുള്ളത് ഇത് ഞാൻ ഫയർ ബട്ടണൊക്കെ വലുതാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ തമ്പിനെ പറ്റുന്ന അത്ര വലുതാക്കിയിട്ട് സൈസ്
വയ്ക്കുക. പിന്നെ മെയിനായി ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇതൊക്കെ ഇത് കണ്ടില്ലേ, സ്വിച്ച് ചെയ്യേണ്ട സ്വിച്ചൊക്കെ നിങ്ങൾ വലുതാക്കി വെക്കണം. ഞാനത് മൊബൈൽ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് പറയണം. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഓട്ടോ സ്വിച്ച് ഓഫാക്കി വെച്ച് കളിക്കുന്ന പ്ലെയറാണ്. എന്നിട്ട് നന്നായി വൺ ടാപ്പ് അടിക്കണ്ടെങ്കിൽ നിങ്ങൾ അത് ഓണാക്കി കളിച്ചാൽ അതിനെക്കാട്ടി ഇപ്പോഴത്തെക്കാട്ടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഹെഡ് അടിക്കാൻ നോക്കിയാലും ഇങ്ങനെ വെച്ചിട്ടാക്കിയാലും ഇങ്ങനെ താഴത്ത് വന്നിട്ട് ബോഡി ഷൂട്ടേ ആവുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഹെഡാവും, കണ്ടോ? അപ്പോൾ അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നന്നായിട്ട് വൺ ടാപ്പ് അടിക്കാൻ കിട്ടുന്ന ഒരു പ്ലെയർ ആവും. അപ്പോൾ പിന്നെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി നിങ്ങളുടെ ഡിവൈസിന് കറക്റ്റായിട്ടുള്ളത് നിങ്ങളതിനെ കണ്ടുപിടിക്കണം. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഡെസേർട്ട് ഈഗിൾ വെച്ചിട്ടൊക്കെ ചിലവർക്ക് നല്ല പാടാണ് വൺ ടാപ്പ് അടിക്കാൻ. ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെന്തുവാ അത് ആവുന്നില്ല, മൊബൈലിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതേമാതിരി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും കൂടെ ക്ലിയറായി പറഞ്ഞുതരാം. കണ്ടോ? ഇങ്ങനെയൊക്കെ വൺ ടാപ്പ് അടിക്കണമെങ്കിൽ ആവുന്നില്ല, അങ്ങനെയൊന്നും ചെയ്താൽ ആവില്ല. നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുക. അപ്പം ഇങ്ങനെ എത്തുമ്പോൾ ഇവിടെ കണ്ടില്ലേ റെഡാവും. അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ കുറേ ചെയ്യുമ്പോൾ ഇങ്ങനെ വൺ ടാപ്പ് അടിക്കാനൊക്കെ പഠിക്കും. അങ്ങനെ ചെയ്ത് ഡൗൺ ഡ്രാഗ് അപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ ഇത് ഫയർ ബട്ടണൊക്കെ പറഞ്ഞുതരാം. ഫയർ ബട്ടണൊക്കെ നിങ്ങളുടെ തമ്പിന് പറ്റുന്ന അത്ര സൈസിൽ വയ്ക്കുക. പിന്നെ സ്വിച്ചിൻ്റെ ബട്ടണും അതേപോലെ വെക്കണം. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും. പിന്നെ ഉള്ളത്, നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ക്ലാഷ് സ്ക്വാഡൊന്നും കളിച്ച് റാങ്ക്ഡ് മാച്ചൊന്നും കളിക്കേണ്ട. നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ആണ്, കുഴപ്പമില്ല എനിക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ക്ലാഷ് സ്ക്വാഡ് കളിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ റൂമൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക്ഡ് മാച്ച് കളിച്ച് നോക്ക്. അങ്ങനെ കുറേ കാലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് വൺ ടാപ്പ് അടിക്കാനൊക്കെ പറ്റും. എന്തായാലും ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ പറയണേ, മൊബൈൽ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.